പുഴ സംരക്ഷണത്തിൽ കേരളം അലംഭാവം കാണിക്കുന്നുവെന്ന് ഗ്രീൻ ട്രിബ്യൂണൽ വിമർശിച്ചിരുന്നു. പുഴകൾ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന ഗ്രീൻ ട്രിബ്യൂണലിന്റെ നിർദ്ദേശത്തോട് കല്ലായിപ്പുഴ സംരക്ഷണ നാട്ടുകൂട്ടത്തിന്റെ അഭിപ്രായങ്ങൾ തേടുകയാണ് ഇന്നത്തെ കവല. പുഴകൾ സംരക്ഷിക്കുന്നതിൽ കേരളം അലംഭാവം കാണിക്കുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വിമർശനം. ഇതിന്റെ പേരിൽ കേരള സർക്കാരിനെ രൂക്ഷമായ ഭാഷയിലാണ് ഗ്രീൻ ട്രൈബ്യൂണൽ വിമർശിച്ചത്. കല്ലായിപ്പുഴയുടെ തീരത്തുള്ളവരോട് ഈ ഗ്രീൻ ട്രൈബ്യൂണൽ വിമർശനത്തെ എങ്ങനെ കാണുന്നുവെന്ന് അന്വേഷിക്കുകയാണ് കവലയിൽ ഇന്ന്. കഴിഞ്ഞ ദിവസം ഗ്രീൻ ട്രിബ്യൂണൽ കുറ്റപ്പെടുത്തുകയുണ്ടായി, കേരളം പുഴ സംരക്ഷിക്കുന്നതിൽ വളരെ പിറകിലാണ്, അലംഭാവം കാണിക്കുന്നുവെന്ന്. അപ്പോൾ ഈ ഒരു പുഴ സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന കല്ലായിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്ന നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നതാണോ? എന്താണ് അഭിപ്രായം? നമ്മുടെ ഈ കല്ലായിപ്പുഴ വളരെ കാലമായിട്ട് നമ്മുടെ ഈ കോഴിക്കോടിൻ്റെ കാര്യമായിട്ടുള്ളൊരു പുഴയാണിത്. അത് ദിനംപ്രതി ഇത് വീതി കുറഞ്ഞ് ചളി കൂടി മലിനാമസമായിട്ടിരിക്കുകയാണ്. ഇത് വളരെ കാലമായി സർക്കാർ മാറി മാറി വരുന്ന സർക്കാരുകൾ പുഴയുടെ അതിരുകൾ കെട്ടി ആഴം കൂട്ടി അതിൻ്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ വരുമ്പോഴത്തേക്ക് ഫണ്ട് അനുവദിക്കുകയും അത് ലാപ്സായി പോകുന്ന ആ പരിപാടി തന്നെയാണ് ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുഴ സംരക്ഷിച്ച് ഈ മരങ്ങളൊക്കെ തന്നെ ആവശ്യമില്ലാത്ത മരങ്ങളും ആവശ്യമുള്ള മരങ്ങളും ഒക്കെ തന്നെ പുഴയിലേക്ക് വന്ന് പുഴയുടെ ഏകദേശം 40, 100, 200, 500 മീറ്റർ വീതിയുള്ള പുഴ ഏകദേശം 40-50 മീറ്ററായിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ നിറയെ പുഴകളുള്ള ഒരു സ്റ്റേറ്റാണ്, നല്ല വെള്ളവും കിട്ടാനില്ല. അപ്പോൾ ഈ പുഴകൾ സംരക്ഷിക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവർക്കൊരു അശ്രദ്ധയുണ്ടെന്ന് തന്നെയാണോ അഭിപ്രായം? ഇത് പൂർണ്ണമായിട്ടും സർക്കാർ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നാണ് ഇതിൻ്റെ സത്യാവസ്ഥ. അതായത് ഈ പുഴക്ക് ഒരുപാട് വേസ്റ്റേജും മറ്റുള്ളതൊക്കെ അടഞ്ഞുകൂടി വൃത്തിയാക്കാൻ ഒരുപാട് പാക്കേജ് വന്നതാണ്, അതൊന്നും ആവശ്യത്തിന് ഉപകരിച്ചില്ല. കണ്ടമാനം കയ്യേറ്റങ്ങളാണ് നടക്കുന്നത്. അതായത് ഇപ്പോൾ നാട്ടുകാർ കയ്യേറ്റം നടത്തിയിട്ട് ലക്ഷക്കണക്കിന് ഉറുപ്പിക വാടകയ്ക്ക് ഷെഡ് ഗോഡൗണുകൾ എടുത്തിട്ട് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് സർക്കാരിൽ നിന്നുണ്ട് ഒരു 10 പൈസ സർക്കാരിന് വരുമാനമില്ല, നികുതി അടക്കുന്നില്ല. 1982 സർക്കാർ ഇതിൻ്റെ നികുതി ലീസ് ഭൂമി പുതുക്കി കൊടുത്തിട്ടില്ല. ഇപ്പോൾ അടുത്തുള്ള കിണറുകളിലൊക്കെ കിട്ടുന്ന വെള്ളമൊക്കെ എങ്ങനെയാണ്? നല്ല വെള്ളം? കിണറിലൊക്കെ കിട്ടുന്ന ഇതിൻ്റെ പരിസരത്തൊക്കെ വളരെ മോശം വെള്ളമാണ് കിട്ടുന്നത്. അത് ഇതിൻ്റെ ചെളിവെള്ളം ഭൂമിക്കടിയിൽ കൂടെ അതാണ് എത്തുന്നത്. വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് ഇത്. മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ അങ്ങേയറ്റം വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കയം കൂടാൻ ഞാൻ പോയാൽ. ഇപ്പോൾ ബീജി കൂട്ടി നന്നായി ചെല്ലുമ്പടി അതേമാതിരി ഈ പോയ തൂർക്കണ കാര്യത്തിൽ അതും ഭയങ്കര സങ്കടമുണ്ട്. കംപ്ലീറ്റ് തൂർത്ത് ഒഴിവാക്കുക ആളാണ്. എല്ലാ നിങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ വാടകയ്ക്ക് കൊടുക്കണേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കുക. പുഴയിനകത്തേക്ക് റബ്ബർ തള്ളിയിട്ടാണ് കത്തിക്കുന്നത്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ ഒരുപാട് തവണകൾ ഞങ്ങൾ പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്ന് വന്നു നോക്കുമ്പോൾ നാളെ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് പറയല്ലാതെ കാലങ്ങളായി ഈ വർത്തമാനം തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നാട്ടുകാർ തന്നെ ഈ പുഴയ്ക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങും. ഈ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ അഴുക്കുവെള്ളങ്ങളും ഒഴുകിപ്പോയേണ്ട ഒരു പുഴയാണ് കല്ലായിപ്പുഴ. 400 മീറ്ററാണ് ആധികാരികമായിട്ടുള്ള ഇതിൻ്റെ വീതി. ആ പുഴ ഇന്ന് 4-1 മാറിയിട്ടുണ്ട്. ഇതിനെ സംരക്ഷിക്കേണ്ടത് പ്രക്ഷോഭങ്ങൾ മാത്രമേ നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പക്ഷെ അത് സംരക്ഷിക്കപ്പെടേണ്ടത് ഭരണകൂടങ്ങൾ തന്നെയാണ്. ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വിമർശനത്തെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് നാട്ടുകാരുടെ ഒരു അഭിപ്രായം. പുഴകൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ അലംഭാവം കാണിക്കരുത്, പുഴകൾ സംരക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം.